സ്വർഗീയ മാലാകന്മാരുടെ സ്തുതിപ്പുകളിലും കാദീസ് 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 എന്ന ഗാനങ്ങളിലും സ്തോത്രങ്ങളിലും കീർത്തനങ്ങളിലും ഹാലേലിയാകളിലും പ്രസാദിക്കുന്നവനായ ദൈവം തമ്പുരാൻ, നിങ്ങളുടെ നമസ്കാരങ്ങളിലും കുർബാനകളിലും നേർച്ചകളിലും കാഴ്ചകളിലും സ്തുതികളിലും സ്തോത്രങ്ങളിലും ഗീതങ്ങളിലും പ്രസാദിക്കുകയും തൻ്റെ തിരുവചനം നിർവഹിപ്പാൻ നിങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ് അദൃശ്യമായ തൻ്റെ വലത്ത് കൈ നീട്ടി നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും നിങ്ങളുടെ ആടുമാടുകളെയും നിങ്ങളുടെ നിലംപുരടങ്ങളെയും കൃഷിഫലങ്ങളെയും നിങ്ങളുടെ വൃക്ഷ സസ്യലതകളെയും നിങ്ങളുടെ ജലസമ്പത്തിനെയും നിങ്ങളുടെ ജീവജാലങ്ങളെയും നിങ്ങളുടെ പക്ഷിമൃഗാദികളെയും നിങ്ങളുടെ ധനസമ്പത്തിനെയും നിങ്ങളുടെ ഉദ്യോഗത്തെയും നിങ്ങളുടെ അധ്വാനത്തെയും നിങ്ങളുടെ ഇടം കൈയും വലം കൈയും സമ്പാദിക്കുന്ന സർവത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും അവയെ ഒന്നിനെ 30-ആയും 60-ആയും 100-ആയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ് യുദ്ധത്തിൽ നിന്നും പഞ്ഞത്തിൽ നിന്നും വസന്തയിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും ശത്രുക്കളുടെ പീഡനങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ദാരുണമായ അപകടമരണങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങളിൽ നിന്നും ആകൽ കർസായുടെ സകല വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുകയും സ്വർഗീയ ഊർസ്ലേമാകുന്ന സന്തോഷ തുറമുഖത്തേക്ക് നിങ്ങളെ ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ. സെഖിയോൻ മാളികയിൽ പ്രാർത്ഥനകളിലും ജാഗരണങ്ങളിലും മുഴുകിക്കഴിഞ്ഞിരുന്ന പരിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ മുൻ വാഗ്ദാന പ്രകാരം സ്വർഗത്തിൽ നിന്ന് തൻ്റെ പരിശുദ്ധ റൂഹായെ അയക്കുകയും അവരെ സകലവിധാത്മീയ ദാനങ്ങളാലും തീനാവുകളാലും ദൈവികമായ നെൽവരങ്ങളാലും സ്വർഗീയ കൃപകളാലും നിറയ്ക്കുകയും ചെയ്തവനായ കർത്താവ് നിങ്ങളുടെ മേലും തൻ്റെ പരിശുദ്ധ റൂഹായുടെ ശക്തി അയക്കുകയും നിങ്ങളെ സകല ആത്മീയ കൃപാദാനങ്ങളാലും പരിശുദ്ധ റൂഹായുടെ ശോഭയാലും തേജസ്കരിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യമെന്ന് അവകാശിച്ചു കൊള്ളുവിനെന്ന് വലത്ത് ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യുന്ന ഇമ്പകരമായ ശബ്ദം നിങ്ങളെയും ബലഹീനായ നമ്മെയും താൻ കേൾപ്പിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നിങ്ങളെല്ലാവരോടും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാം അമ്മയുടെയും ഇന്ത്യയുടെ അപ്പോസ്തോലനും കാവൽ പിതാവും
മലങ്കര സഭയുടെ സ്ഥാപകനുമായിരിക്കുന്ന പരിശുദ്ധ മാർ തോമാസ് ശ്ലീഹായുടെയും ഈ പരിശുദ്ധ ദേവാലയം ഏതൊരു വിശുദ്ധൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ആ പരിശുദ്ധന്മാരായ മാർ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെയും ഇന്ന് നാം ആരുടെ പെരുന്നാൾ ആചരിച്ചു ആ പരിശുദ്ധനായിരിക്കുന്ന പരിമനമാർ ഗീഗോറിയോസ് പിതാവിൻ്റെയും പ്രത്യേകാൽ മാർ ദിവന്നാസിയോസിൻ്റെയും ഓർ ഗിവർഗീസ് സഹദായുടെയും ഓർ സേപ്പാനോ സഹദായുടെയും ഓർ കുറിയാക്കോ സഹദായുടെയും ഓർ ബഹനാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധപ്പെടണമേ, രാജ്യം വരണമേ, വിഷ്ണുസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്ന് രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാവുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള നിവർത്ത മറിയമേ, നമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ഇവന്റെ ബ്രാഹ്മണ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.